2022, 2023 അതേപോലെ ഇനിയിപ്പോൾ ഈ 24 നമുക്ക് മമ്മൂട്ടി യുഗമാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അത്രയും വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ ആയിട്ടാണ് മമ്മൂട്ടി വന്നേക്കുന്നത്. പറയാം, നമുക്ക് മെയിൻ സ്ട്രീമിലുള്ള പല നടന്മാരും എടുക്കാൻ എന്താ പറയുക മടിക്കുന്ന തരത്തിലുള്ള, നമുക്ക് ഒരിക്കലും അത്തരം ആൾക്കാരൊന്നും ചെയ്യുന്ന പോലും വിചാരിക്കാത്ത ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ് പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, കൊടുമൺ പൂറ്റിയായിട്ടും അതേപോലെ തന്നെ കാതൽ ദ കോറിലൊക്കെ ചെയ്തിട്ടുള്ള വേഷങ്ങൾ എന്ന് പറയുന്നത് മെയിൻ സ്ട്രീമിലുള്ള നടന്മാർ ചെയ്യാൻ ഒരിക്കലും അവരെടുക്കും നമ്മൾ വിചാരിക്കാത്ത ടൈപ്പ് ഓഫ് സാധനങ്ങളാണത്. ഇപ്പം നമുക്കറിയാം, ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ നമ്മൾ കാണുന്ന സമയത്ത് അതിനകത്ത് ആദ്യം തിയേറ്ററിൽ കയ്യടി വരുന്നത് മമ്മൂട്ടിനെ കാണിക്കുമ്പോഴല്ല. അതിനകത്ത് നമുക്കറിയാം, നമ്മുടെ അർജുൻ അശോകനും അതേപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരാത് എന്ന് പറഞ്ഞിട്ടൊരു അങ്ങനെ ഒരു ചോദ്യമുണ്ട് ആ ഒരു മനക്കകത്തുനിന്ന്. ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഫസ്റ്റത്തെ കയ്യടി തിയേറ്ററിൽ വീഴുന്നത്. അവിടെ നമ്മൾ മമ്മൂട്ടിനെയോ അല്ലെങ്കിൽ കൊടുമൺ പോറ്റിനെയോ കാണിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, ശബ്ദം കൊണ്ടാണ് അത്രയും കയ്യടി തിയേറ്ററിൽ വീഴുന്നത് അല്ലേ. അപ്പോൾ പുള്ളിക്കാരൻ്റെ ശബ്ദം എന്ന് പറയുന്നത് മലയാള സിനിമയിൽ ഇല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ഒരു സാധനം, ഒരു ഗാംഭീര്യമുള്ള ഒരു ടൈപ്പ് ഓഫ് ശബ്ദമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ മതിമറന്നിരിക്കുന്ന സമയത്താണ് ഞാനൊരു വീഡിയോ കാണാനിടയാവുന്നത്. അതായത് മമ്മൂട്ടീൻ്റെ ആദ്യകാലത്തെ സിനിമകളെക്കുറിച്ച്. നമ്മൾ ഈ ഭ്രമയുഗമൊക്കെ ഇറങ്ങിയതിന് ശേഷം നമ്മളിങ്ങനെ സെർച്ച് ചെയ്യും ആദ്യത്തെ സിനിമകൾ, ആദ്യത്തെ ഹിറ്റ്, അതേപോലെ തന്നെ നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ നോക്കും, റാൻഡമായിട്ട് വെറുതെ നോക്കുന്നതാണ്. അപ്പോഴാണ് ഞാൻ കണ്ടത് PG വിശ്വംഭരൻ്റെ സ്ഫോടനം എന്ന് പറഞ്ഞ സിനിമ. അതിന് മുന്നേ കുറച്ച് സിനിമകളിലൊക്കെ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട്. അതേ ഈ നമ്മുടെ എന്താ പറയുക പ്രേം നസീറിൻ്റെ ഒക്കെ കൂടെയുള്ള കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടി. ഇപ്പോൾ അനുഭവങ്ങൾ പാളിച്ചകൾ എന്നൊക്കെ പറയുന്ന സിനിമയുണ്ട്. അതിനകത്തൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു വേഷം ചെയ്തത് സ്ഫോടനം എന്ന് പറയുന്ന സിനിമയിലാണ്. അപ്പോൾ ആ സിനിമയെക്കുറിച്ച് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അതിനകത്ത് മമ്മൂട്ടിക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുള്ളത് മമ്മൂക്കയല്ല, അതിനകത്ത് ഒരാളാണ് മമ്മൂക്കയുടെ ശബ്ദം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് വെറുതെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അതിൻ്റെ പുറകിലുള്ള കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടത്. അതായത് PG വിശ്വംഭരൻ എന്ന് പറയുന്ന ഡയറക്ടറാണ് ഈ സ്ഫോടനം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ചെയ്തത്. അപ്പോൾ അതിനകത്ത് മമ്മൂട്ടി അഭിനയിച്ചു. അതിനകത്ത് അന്ന് MG സോമനും അതേപോലെ തന്നെ സുകുമാരനൊക്കെ ഭയങ്കര സ്റ്റാറുകളായിട്ട് കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അവരൊക്കെ ഉള്ളൊരു സിനിമയാണത്. അപ്പോൾ അതിന് മുന്നേ തന്നെ ആ സിനിമയിൽ പുള്ളിക്കാരൻ കുറച്ച് തഴയപ്പെട്ടെന്ന് ഒരു മതിൽ ചാടുന്ന സമയത്ത് സോമനും അതേപോലെ തന്നെ സുകുമാരനും ഒരു കിടക്കപ്പഞ്ഞി പോലുള്ള ഒരു സാധനം വെച്ച് കൊടുത്തു. മമ്മൂട്ടിക്ക് അതൊന്നും ഉണ്ടായില്ല, ഫ്രാക്ചർ പറ്റിയെന്നൊക്കെയുള്ള ന്യൂസുകളും അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതല്ലാണ്ട് തന്നെ ആ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം ഡബ്ബിംഗ് സ്റ്റുഡിയോയിലേക്ക് മമ്മൂട്ടി വരുന്ന സമയത്ത് മമ്മൂട്ടിനെ അതിൽ ഡബ് ചെയ്യിപ്പിക്കുന്നില്ല. മമ്മൂട്ടിൻ്റെ ശബ്ദം ഒട്ടും കൊള്ളൂല, മമ്മൂക്കയുടെ ശബ്ദം ഒട്ടും കൊള്ളൂല എന്ന് പറഞ്ഞിട്ടാണ് അതിനകത്ത് ഡബ് ചെയ്യിക്കാണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സാധനം കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. കാരണം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമേനെ നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശബ്ദത്തിനാണ് ആദ്യത്തെ കൈയ്യടി വരുന്നത് അല്ലേ. നമുക്കറിയാം, പുള്ളിക്കാരെ ഇങ്ങനെ തേച്ച് മിനിക്ക് കൊണ്ടുവന്നതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിനയം, അതേപോലെ തന്നെ ഈ ഒരു കല എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഇങ്ങനെ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് നമുക്കൊരു അത്ഭുതപ്പെടുത്തുന്ന ഒരു ഫാക്ടറാണ്. ഇപ്പോൾ ഈ മമ്മൂക്കയുടെ ശബ്ദത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പോൾ എന്താ പറയുക, കൗരവർ, അതേപോലെ തന്നെ ഇപ്പോൾ കുറച്ചും കൂടെ പുതിയ സിനിമകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഴശ്ശിരാജ, അതേപോലെ തന്നെ പത്തേമാരി, അതേപോലെ രാജമാണിക്യം, അതേപോലെ പ്രാഞ്ചിയേട്ടൻ, ഇതിലൊക്കെ പല ടൈപ്പ് ഓഫ് ശബ്ദങ്ങൾ ആണ്, പല ടൈപ്പ് ഓഫ് എന്നല്ല, ശബ്ദത്തിൻ്റെ ഒരു മോഡുലേഷൻ, ശബ്ദത്തിൻ്റെ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് പല രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ പ്രാഞ്ചിയേട്ടൻ്റെ സംസാരം വളരെ ഒരു എന്താ പറയുക, അത്തരം ഭയങ്കര സ്പീഡല്ലാത്ത വളരെ സാവധാനം പറഞ്ഞു പോകുന്ന ഒരു തൃശ്ശൂർ സ്ലാങ് പിടിച്ചിട്ടുള്ള ഒരു ശബ്ദമാണ്. അതേപോലെ നമ്മൾ ഇപ്പം എന്താ പറയുക, ഈ പഴശ്ശിരാജയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ഗംഭീര്യമുള്ള ഒരു കമാൻഡിങ് പവറുള്ള ഒരു ടൈപ്പ് ഓഫ് മോഡുലേഷനാണ് പുള്ളിക്കാരൻ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ തനിയാവർത്തനത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അതേപോലെ വാത്സല്യം എന്ന് പറയുന്ന സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഒന്നും നമുക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയില്ല. പകരം നമുക്ക് എന്താ പറയുക, ഇപ്പോൾ പഴശ്ശിരാജേനെയും അതേപോലെ തന്നെ മേലേടത്ത് രാഘവൻ നായരെയൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ബെല്ലാരി രാജയിൽ മറ്റേ പോത്തു കച്ചവടക്കാരനൊക്കെയാണ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുക. അപ്പോൾ ആ രീതിയിൽ ശബ്ദത്തിനെ ക്യാരക്ടറുകൾക്കനുസരിച്ച് വേരിയേഷൻ ചെയ്യാൻ പറ്റുന്ന, മോഡുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മമ്മൂക്കേനെയാണ് നമ്മളിന്ന് കാണുന്നത്. എന്നാൽ ഇങ്ങനെ ശബ്ദം കൊണ്ട് തഴയപ്പെട്ട, അല്ലെങ്കിൽ ആ ശബ്ദം ഒട്ടും കൊള്ളൂല, എന്താ പറയുക, ഇങ്ങനെ ഈ ശബ്ദം ഒട്ടും ഡബ് ചെയ്യാൻ പറ്റാത്ത ശബ്ദമാണെന്ന് പറഞ്ഞിട്ട് തഴയപ്പെട്ട ഒരു കാലഘട്ടം കൂടെ മമ്മൂക്കൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം അതിനുശേഷം ഞാൻ ഈ കൗരവർ എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോഴാണ് അതിനകത്ത് രണ്ട് കാലഘട്ടം കാണിക്കുന്നുണ്ട് അല്ലേ. ഒന്ന് ജയിലിലുള്ളതും
അതേപോലെ തന്നെ ആ ജയിലിലേക്ക് എത്തുന്നതിന് മുന്നേ ഉള്ള കാലഘട്ടം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൗരവരിൽ ജയിലിലുള്ള മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം തകർന്ന് നിൽക്കുന്ന ഒരാൾ, ഉള്ളിൽ ഒരുപാട് പകയും അതേപോലെ തന്നെ വിദ്വേഷമൊക്കെ വെച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണ് കൗരവരിലെ മമ്മൂക്ക. അത് ജയിലിലുള്ള ഒരു സാഹചര്യത്തിൽ, ജയിലിൻ്റെ മുന്നേ ഉള്ള അതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അല്ലാത്തൊരു മമ്മൂക്കയാണ്. അപ്പോൾ അവിടെ വരുന്നൊരു ശബ്ദ വേരിയേഷൻ ഉണ്ട്. ആ ജയിലിൽ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾക്ക് ഭ്രാന്താന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ജയിലിലെ വാർഡൻ, ജയിലർ വന്നിട്ട് ചോദിക്കുന്നു, എന്താ ആൻ്റണി നീ ഭക്ഷണം കഴിക്കാത്തേ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ വിവാഹ വാർഷികമാണെന്ന് പറയുന്ന ഒരു ഡയലോഗ്സ് ഉണ്ടാവും. അവിടെ കുറച്ച് ഡയലോഗുകൾ വരുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് വരുന്നൊരു മോഡുലേഷൻ, ഒരു വിഷമം, എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണോ ഉത്തരം പറയുന്നത്, ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നിട്ടാണ് പുള്ളിക്കാരൻ അവിടെ അതിനുള്ള മറുപടി കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഒന്നും നമുക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു പേഴ്സൺ അല്ല കാണുന്നത്. നമുക്ക് അവിടെ ആൻ്റണി, എല്ലാം നഷ്ടപ്പെട്ട ആൻ്റണിനെയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഫ്ലാഷ് ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയല്ല, അത്രയും വിഷമം ഉള്ളിൽ വെച്ചിട്ട് സംസാരിക്കുന്നില്ല, പൊട്ടിത്തെറിക്കുന്ന, എന്തിനും ഏതിനും ഇൻസ്റ്റൻ്റായിട്ട് മറുപടി കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറിനാണ് അതിൻ്റെ ഫ്ലാഷ് ബാക്കിൽ, അല്ലെങ്കിൽ ആ കഥ പറഞ്ഞു വരുമ്പോൾ എന്താ പറയുക, ജയിലിലെത്തുന്നതിന് മുന്നേ ഉള്ള കാലഘട്ടത്തിൽ കാണിക്കുന്നത്. അപ്പം അങ്ങനെ ശബ്ദം കൊണ്ട് കളിക്കുന്ന ഒരു മനുഷ്യനെ, ശബ്ദത്തിൻ്റെ പേര് തന്നെ തഴയപ്പെട്ടു എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു എനിക്ക്. അപ്പോൾ അതിന് ശേഷമാണ് പല സിനിമകൾ ഇങ്ങനെ നോക്കിയത് ഞാൻ. ഇപ്പോൾ ഈ മേലേടത്ത് രാഘവൻ നായർ നമ്മുടെ വാത്സല്യം എന്ന് പറയുന്ന സിനിമയിലകത്ത്, അതിനകത്ത് പക്കാ ഒരു കൃഷിക്കാരനായിട്ടുള്ള ഒരാൾ സംസാരിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അതേപോലെ നമ്മൾ പിന്നെ കുറച്ച് സിനിമകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വ്യത്യസ്തമായൊരു ഒരു രൂപം കാണാം. അതേപോലെ ഞാനിങ്ങനെ ഇരുന്ന് കണ്ടുപോയൊരു സീനുണ്ട്. കഥ ഇതുവരെ എന്ന് പറയുന്ന സിനിമയുടെ ലാസ്റ്റ് ക്ലൈമാക്സ് പോർഷനിൽ എന്താ പറയുക, മമ്മൂട്ടി ഒരാളെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ആദ്യം ജയിലിട്ട് ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഭാര്യ പോയി, മകൾ പോയി, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സ്റ്റോറിയാണ് അത് പറഞ്ഞു വരുന്നത്. എന്നാൽ പിന്നീട് അത് ചെയ്തിട്ടില്ല എന്ന് റിവീൽ ആവുന്ന ഒരു ഇതുണ്ട്. ആ കോടതിയിൽ വന്നിട്ട് അയാളെ കൊല്ലുന്നൊരു സീന്. അങ്ങനെ ആ ജഡ്ജി അറസ്റ്റ് ചെയ്യാൻ പറയുന്നിടത്ത് കുറച്ച് ഡയലോഗ് ഉണ്ട്. എൻ്റെ ഭാര്യ പോയി, എൻ്റെ മകൾ പോയി, എൻ്റെ ജീവിതം പോയി, ക്യാൻ യു ഗിവ് മീ ബാക്ക് എന്നുള്ളത് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പറയുന്ന ഒരു സീനുണ്ട് അവിടെ. ഒരു വല്ലാത്ത ഉള്ളുന്നുള്ള ഒരു വിഷമവും, ജീവിതം നഷ്ടപ്പെട്ടവൻ പറയുന്ന ഒരു ചോദ്യം, നഷ്ടപ്പെട്ടവൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് തിരിച്ച് തരാൻ പറ്റുമെന്നുണ്ട്, ക്യാൻ യു ഗിവ് മീ ബാക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിച്ച് ചോദിക്കുന്ന ഒരു ഇത്. അപ്പോൾ അവിടേക്ക് നമുക്ക് ആ ക്യാരക്ടറിനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളെ എന്താ പറയുക, ശബ്ദം കൊണ്ട് തഴയപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അതൊരു വല്ലാത്തൊരു വിസ്മയം തന്നെയായിരുന്നു. എന്റെ യൗവനം, എന്റെ ഭാര്യ, എന്റെ കുഞ്ഞ്, എന്റെ ജീവിതം, എന്റെ എല്ലാം. Can you give me back?